ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ഒരു ഫോട്ടോഷൂട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പക്ഷെ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാവേ. ഞങ്ങൾ പോയ ദിവസം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നേ. നമ്മൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള കുറവുകൾ നന്നായിട്ട് വീഡിയോയിലെല്ലാം കാണാമായിരുന്നു കേട്ടോ. എങ്കിലും നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. ഞാൻ സാരിയാണ് എടുത്തിരുന്നത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാനെ കൊണ്ട്. ശ്രീജ ധാവണി ആയതുകൊണ്ട് അവൾ ഒരു അത്യാവശ്യമൊക്കെ പിടിച്ചു നിന്ന് കേട്ടോ. എങ്കിലും ആ സമയത്ത് ആ ഡ്രസ്സിങ് ഒക്കെ നമുക്ക് മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. ലൈറ്റ് വെയിൽ വരുന്ന സമയത്താണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് കുറേ നാളുകൾക്ക് ശേഷം നടത്തുന്ന ഒരു കുട്ടി ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് അത് നല്ല ഗംഭീരമായിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് പോയതെങ്കിലും പണി നല്ല പാലും വെള്ളത്തിൽ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം ഡാൻസും പാട്ടും വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നേ. അവസാനം എന്താ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഫുഡ് നല്ല സൂപ്പറായിരുന്നു. വിശന്നിരുന്നു കൊണ്ട് കഴിച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഭയങ്കര വെർത്തായിട്ട് തോന്നി കേട്ടോ. നമ്മൾ നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്തുള്ള ബീച്ച് ബേയിലാണ് പോയത്. അവിടെ നല്ല അൽഫാമും മന്തിയും പിന്നെ എന്തായിരുന്നു ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നോക്കിക്കേ, രാവിലെ ചാടിത്തുള്ളി തിരുവാതിര കളിച്ച് പോയ പെണ്ണ. ഇപ്പൊ നോക്കിക്കേ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മിഷൻ കണ്ണ് ക്രോസ് അടച്ച്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അവസാനം മഴയ്ക്ക് മുമ്പുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. മഴ വരുന്നതിന് മുമ്പ് ബസ്സിൽ കയറി എങ്ങനെയെങ്കിലും ഒന്ന് വീട് പിടിക്കണമെന്നായിരുന്നു അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ ബസ്സിൽ ചാടി കയറി അങ്ങോട്ട് ഇരുന്നു കേട്ടോ. ബാക്കി